മമ്മൂട്ടിയുടെ കയ്യിൽ നിന്ന് അവാർഡും വാങ്ങി മമ്മൂട്ടിയുടെ ഉമ്മയെ സ്വീകരിച്ച് മമ്മൂട്ടിക്ക് ഉമ്മ കൊടുത്ത ഒരാളെ കാണാൻ വേണ്ടിയിട്ടാട്ടോ വന്നേക്കുന്നത്. കണ്ണേട്ടി വായിച്ചു ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഉജ്ജ്വല ബാല്യവും കിട്ടിയിട്ടുണ്ട് കേരള സർക്കാരിന്റെ. കളിപ്പാട്ടം കീബോർഡ് നമ്മൾ നേരത്തെ തൊട്ട് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. ചുമ്മാ അവര് കളിക്കുമായിരുന്നു. കളിപ്പാട്ടത്തിനകത്ത് തുടക്കം. ഈ കീബോർഡ് പിന്നീട് ഒരിടത്തും പോയി പഠിക്കണം എന്ന് തോന്നിയിട്ടുമില്ല? ഇടയ്ക്ക് പോയായിരുന്നു. പ്രോഗ്രാം ഉള്ളതുകൊണ്ട് സമയം കിട്ടത്തില്ല ഇപ്പം. പേടിച്ചോ ഞാൻ എടുത്തപ്പോ? ഇല്ല. വേറെ ആരെങ്കിലും ഒക്കെ എടുക്കാറുണ്ടോ? ആരാ? ക്ലാസ്സിലെ കൂട്ടുകാരന്മാരെ എടുക്കുന്നതൊക്കെ അല്ലേ? നിങ്ങൾ രണ്ടുപേരും കൂടെ സ്റ്റേജ് ഷോ ഇങ്ങനെയാണോ ചെയ്യുന്നത്? ഒരാൾ പാടും, ഒരാൾ കളിക്കും. ജന്മന മോന് ഇടത്തെ കാലും ഇടത്തെ കൈയും ഇല്ല. 80% മോന് ചലിപ്പിക്കാനൊന്നും പറ്റില്ല. 8ാം മാസത്തിലുള്ളതാ മോൻ. എടുത്തു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അറിയുന്നത്. ആളിപ്പോ അസാധ്യല്ലേ. മമ്മൂട്ടിയുടെ കയ്യിൽ നിന്ന് അവാർഡും വാങ്ങി മമ്മൂട്ടിയുടെ ഉമ്മയെ സ്വീകരിച്ച് മമ്മൂട്ടിക്ക് ഉമ്മ കൊടുത്ത ഒരാളെ കാണാൻ വേണ്ടിയിട്ടാട്ടോ വന്നേക്കുന്നത് അല്ലേ? യാസിൻ എന്നാണ് ആളുടെ പേര്. യാസിൻ ഇവിടെ ഇരിപ്പുണ്ട്. ഹായ്, കൺഗ്രാജുലേഷൻ. ഫീനിക്സ് പക്ഷിയുടെ അടുത്തിടെ കിട്ടിയ ഒരു അവാർഡ് കിട്ടിയ ആളാണ്. ചില്ലറക്കാരനൊന്നും അല്ല കേട്ടോ. ഈ ഇരിക്കുന്ന കീബോർഡ് കണ്ണും പൂട്ടി വായിച്ചു കളയും അല്ലേ? ഇപ്പൊ ഏതാ പുതിയതായിട്ട് പഠിച്ചത്? ഇല്ലുമിനാറ്റി എന്ന് പറയുന്നത്. പുതിയത്? ഇതൊക്കെ കണ്ണടച്ച് വായിക്കാൻ പഠിച്ചില്ല? ഇയാള് കണ്ണടച്ച് പിടിച്ച് ജനഗണമന അല്ലെ ട്രൈ ചെയ്തു. അതിന് റെക്കോർഡ് കിട്ടി. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കണ്ണ് കെട്ടി ഇത് വായിച്ചതിനാ കിട്ടിയേക്കുന്നത്. പിന്നെ എന്തൊക്കെയാണ് ഇതിനകത്ത് ഇപ്പൊ പഠിച്ചേക്കുന്നത്? വേറെ പാട്ടുകള് 32 പാട്ടോളം വായിക്കും. 32 പാട്ടോളം വായിക്കാറുണ്ട്. അതിൽ 2 കണ്ണെട്ടി വായിക്കും. 2 ഏതായിരുന്നു? ജനഗണമനയും പിന്നെ ബോലോതാരയും. ഞാൻ കണ്ണ് കെട്ടുന്നില്ല, കണ്ണടച്ചു. എനിക്ക് വിശ്വാസമാണ്. ബോലോതാരനെ പഠിക്കും. ചുമ്മാ പഠിച്ചു 2 വരി പ്ലേ ചെയ്താൽ മതിയേ. അടിപൊളിയാണേ. ചൂടാ. ഞാൻ എടുക്കട്ടെ? പേടിയുണ്ടോ? പേടിച്ചോ ഞാൻ എടുത്തപ്പോ? വേറെ ആരെങ്കിലും ഒക്കെ എടുക്കാറുണ്ടോ? ആരാ? ക്ലാസ്സിലെ കൂട്ടുകാരന്മാരെ എടുക്കുന്നതൊക്കെ അല്ലെ? ഈ ക്ലാസ്സിൽ എങ്ങനെയുണ്ട്? ക്ലാസ്സിൽ പഠിക്കാനൊക്കെ അടിപൊളിയാണോ? മിടുക്കനാണോ? അടിപൊളി മിടുക്കനാണോ? ക്ലാസ് ഫസ്റ്റും ഈ നാട്ടിലെ മുഴുവൻ അംഗീകാരങ്ങളാണല്ലോ ഇതിലിരിക്കുന്നത്, ഈ ഷെൽഫിലിരിക്കുന്നത്. എങ്ങനെ പോകുന്നു ലൈഫ്? അവാർഡിന് ശേഷം മമ്മൂട്ടിയെ നേരിട്ട് ഞാൻ കണ്ടു. മമ്മൂട്ടിയെ കണ്ടിട്ട് മമ്മൂട്ടിക്ക് ഉമ്മ കൊടുക്കുന്നത്. ഇഷ്ടംപോലെ പ്രോഗ്രാം ഒക്കെ വന്ന് പ്രോഗ്രാമിനൊക്കെ പോവാറുണ്ടോ? സ്റ്റേജ് ഷോയ്ക്കൊക്കെ 2.5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കും. കരോക്കെ ഇട്ട്. ഒരു കാര്യമുണ്ട്, ഇതൊക്കെ ഇട്ട് വായിക്കുമെങ്കിലും ഒരാളുടെ ശിക്ഷണത്തിലല്ല ഇത് പഠിച്ചേക്കുന്നത് അല്ലേ? കീബോർഡ് പഠിച്ചേക്കുന്നത് ആരുടെയും ശിക്ഷണത്തിൽ. അതെനിക്കറിയാം. അസാധ്യമാണ് കേട്ടോ. ജന്മന മോന് ഇടത്തെ കാലും ഇടത്തെ കൈയും ഇല്ല. ബാക്കി എന്താ പറയുക 80% മോന് ചലിപ്പിക്കാനൊന്നും പറ്റില്ല. പക്ഷെ അസാധ്യം. ഞാനതൊന്നും ആദ്യമേ പറയാതിരുന്നത് അതിലും വലുത് ആളുടെ കഴിവാ. ഈ കഴിവിനെല്ലാം കട്ടയ്ക്ക് നിൽക്കുന്ന ഉമ്മ. ചേച്ചി ആദ്യം ഇപ്പൊ നമ്മൾക്ക് ഇങ്ങനെ ഒരു കുഞ്ഞ് ഉണ്ടാവുമ്പോ തന്നെ എങ്ങനെയായിരുന്നു മൊത്തത്തിലൊരിത്?
മോന് 8ാം മാസത്തിലുള്ളയാ. ആ. അപ്പൊ നമ്മള് അറിഞ്ഞിട്ടില്ല മോൻ ഇങ്ങനൊരു കുറവുണ്ടെന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ 8ാം മാസത്തിൽ നമ്മൾ കാണിച്ചോണ്ടിരുന്ന ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലോട്ട് വിട്ട്. അപ്പൊ അവിടെ ചെന്ന് എന്താ ഫ്ലൂയിഡ് കുറവാണെന്നായിരുന്നു പറഞ്ഞത്. അപ്പൊ ഫ്ലൂയിഡിന് അവര് ട്രിപ്പ് ഇട്ടിട്ടും എന്തോന്നാവുന്നില്ല. അപ്പൊ പിന്നെ അവര് പറഞ്ഞെങ്കിൽ ഓപ്പറേഷൻ ചെയ്തെടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ 8ാം മാസത്തിലുള്ളതാ മോന്. എടുത്തു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള എന്തോന്ന് ഉള്ളത് അറിയുന്നത്. അത് എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു, ഹസ്ബൻഡിനോടും എൻ്റെ ഉമ്മച്ചായോടും ആയിരുന്നു പറഞ്ഞത്. അപ്പം അതിനുശേഷം ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ മോനെ കാണുന്നത്, മോൻ ഇങ്ങനെയുള്ളയാണെന്നുള്ളത് അറിയുന്നതും. അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ പക്ഷെ എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ നമുക്കത് കേട്ടപ്പോഴത്തേനും ആദ്യം നമ്മളിങ്ങനെയുള്ളവര് എന്തോന്ന് അറിഞ്ഞിട്ടേ ഇല്ലായിരുന്നു, നമ്മൾ കണ്ടിട്ടും കൂടിയില്ല. കണ്ടിട്ടില്ല ഇങ്ങനെയുള്ളവര് എന്തോന്നുള്ളത്. പിന്നെ ഞങ്ങൾ പിന്നെ അതിനോടങ്ങ് പൊരുത്തപ്പെട്ട് പിന്നെ നമ്മളങ്ങനെ ഇയാളെ വളർത്തണമെന്നുള്ളൊരു വിചാരത്തിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. എങ്ങനെ എന്തോ ഒന്നും നമുക്കറിയത്തില്ല, കാരണം ഇങ്ങനെയുള്ളൊരു കുഞ്ഞിനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ആള് ചെറുപ്പത്തിലെ ഭയങ്കരമായിട്ട് ആളിപ്പോ അസാധ്യല്ലേ. എനിക്ക് തോന്നുന്നു മമ്മൂട്ടി അവാർഡ് കൊടുത്തിട്ട് മമ്മൂട്ടി തിരിച്ച് ഉമ്മ കൊടുത്തപ്പോ വേദിയിലിരുന്ന് കൈ അടിച്ച് കൂവിയത് ചേച്ചിയാണല്ലേ. ആരൊരാള് ഭയങ്കരമായിട്ട് കൈ അടിച്ചിട്ട് ഇങ്ങനെ കൂവണം കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ തന്നെ യാസിന് എന്തോ ആയിക്കോട്ടെ ആദ്യം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, പക്ഷെ 2ാം വയസ്സ് മുതലെങ്ങാണ്ട് ഭയങ്കര കമന്ന് വീഴാനും ഒത്തിരി താമസമായിരുന്നു. 2 വയസ്സ് വരെയും ഇങ്ങനെ കിടക്കത്തേ ഉള്ളായിരുന്നു. അപ്പൊ 2.5 വയസ്സായപ്പോഴൊന്ന് പൊങ്ങിയിരിക്കാൻ തുടങ്ങിയ. അപ്പൊ 2 വയസ്സില്ല കമന്ന് വീഴുന്ന തന്നെ. അപ്പൊ നമുക്ക് ഇയാളുടെ ഓരോ വളർച്ച കാണുമ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നമുക്ക് എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങള് 1.5 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും നീന്തി തുടങ്ങുമല്ലോ. അപ്പൊ ഇയാള് താമസിച്ചായപ്പോഴത്തേനും നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പം 2 വയസ്സായി കമന്ന് വീണപ്പോഴത്തേനും നമ്മുടെ സന്തോഷം അതിന്റെ അപ്പുറമായിരുന്നു. പിന്നെ എഴുന്നേറ്റിരിക്കാൻ തുടങ്ങി. പിന്നെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഇരുത്തുമ്പം പില്ലോ അപ്പുറം ഇപ്പുറം എല്ലാം വെച്ചിട്ട് എഴുതുന്നുണ്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് മറിഞ്ഞു. പിന്നെ അവിടുന്ന് പതുക്കെ അയാൾ തന്നെ കളിപ്പാട്ടങ്ങൾ എടുക്കാൻ തുടങ്ങി, മൂവ് ചെയ്യാൻ തുടങ്ങി. ഇതെല്ലാം തന്നെയാണ് ചെയ്യുന്നത്. നമ്മളെ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. ആകെ ഒരു കാര്യം മാത്രമേ പറഞ്ഞു കൊടുത്തുള്ളൂ, കിടന്നിട്ട് എഴുന്നേക്കുന്നത് മാത്രം വാപ്പി പറഞ്ഞു കൊടുത്ത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം അയാൾ തന്നെ ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു എന്താ ചെയ്യണോന്നൊരു വിചാരം മനസ്സിലുണ്ടെങ്കിൽ അത് തന്നെ ചെയ്യാൻ ശ്രമിക്കും. നോർമലായിട്ട് സംസാരിച്ചു തുടങ്ങി. സംസാരവും പതുക്കെ ആയിരുന്നു, താമസിച്ചായിരുന്നു, എങ്കിലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ എപ്പോഴും ഈ കഴിവുകളൊക്കെ ആൾക്കിങ്ങനെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിലേക്ക് വന്ന് കീബോർഡ് വായിക്കാന്നൊരു തോന്നലും ഇതെങ്ങനെയാ അറിഞ്ഞത് കീബോർഡിനെ? ആദ്യം പാട്ട് കേൾക്കുമ്പോൾ ആളിരുന്ന് താളം പിടിക്കുമായിരുന്നു. താളം പിടിക്കുന്ന വെച്ചാൽ കൊച്ചിലെ നമ്മൾ ഓരോ കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക. ആദ്യം ചെണ്ട വാങ്ങിച്ചു കൊടുക്കായിരുന്നു. ചെണ്ടക്കകത്തിട്ട് കൊട്ടി കൊട്ടി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഓരോ താളത്തിനിട്ട് ഇങ്ങനെ തന്നെ ചെണ്ട ഇട്ടും കൊട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ കലാഭമണിയുടെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. കലാഭമണിയുടെ പാട്ട് കേൾക്കുമ്പോഴത്തേന് തുള്ളാൻ തുടങ്ങും. ഇരുന്ന് ഇങ്ങനെ താളം പിടിക്കും. താളം പിടിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു എന്തോ മനസ്സിലുണ്ടായിരുന്നു, അത് ചിലപ്പം ചെയ്യുമല്ലോ. പിന്നെ ചെറിയ രീതിയിൽ പാട്ട് പാടാൻ തുടങ്ങി. കലാഭമണിയുടെ പാട്ട് തന്നെ പാട്ട് പാടുമായിരുന്നു. അങ്ങനെ പാട്ട് പാടി പിന്നെ ഓരോ സമയത്ത് ഓരോ കഴിവ് അയാൾ കാണിക്കുന്നത്. പിന്നെ പടം വരയായിരുന്നു. ആദ്യം കാല് വെച്ച് പടം വരച്ച്, പിന്നെ അത് സ്കൂളിൽ ചേർത്തപ്പോഴത്തേന് കയ്യിൽ പേന പിടിക്കാനുള്ള പ്രാക്ടീസ് ടീച്ചർ കൊടുത്ത്. അങ്ങനെ പിന്നെ കൈ വെച്ചായിരുന്നു വരയ്ക്കുന്നത്, പേന വെച്ച് വരയ്ക്കും. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ലോക്ക്ഡൗൺ സമയത്ത് കീബോർഡ് നമ്മളല്ലാതെ പിള്ളേർക്ക് കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കുമല്ലോ. അപ്പോൾ 2 പേർക്ക് കൂടെ എന്തെങ്കിലും കളിപ്പാട്ടം വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ ഒരുപോലെ വാങ്ങിക്കുന്നത്. അപ്പോൾ കളിപ്പാട്ടം കീബോർഡ് നമ്മൾ നേരത്തെ തൊട്ട് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ചുമ്മാ അവർ ഇങ്ങനെ കളിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇവരുടെ വാപ്പി വാങ്ങിച്ചുകൊണ്ട് കൊടുത്തപ്പോഴത്തേന് ഒരു പാട്ട് ചുമ്മാ മോനൊന്ന് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് യൂട്യൂബിനകത്തൊന്ന് എടുത്ത് എൻ്റെ ഫോണിനകത്തോട്ട് അയച്ചു തന്നു. അപ്പോൾ അത് ജനഗണമനയുടെ ആയിരുന്നു. അപ്പോൾ ലോക്ക്ഡൗൺ സമയത്തായിരുന്നു അത്. അത് അടിച്ചു വെച്ചപ്പോഴത്തേന് ഇയാളൊരു 3 മണിക്കൂർ കൊണ്ട് അത് ഫുള്ള് പഠിച്ചു കഴിഞ്ഞു. പഠിച്ചു. അപ്പോൾ അന്ന് സ്കൂളിൽ ഓൺലൈനായിട്ടായിരുന്നു പരിപാടി. റിപ്പബ്ലിക് ദിനത്തിന്റെ ആ ഒരു സമയമായിരുന്നു. അപ്പോൾ അന്ന് ഓൺലൈനായിട്ട് പരിപാടിക്ക് വൈകുന്നേരം സ്കൂളിൽ ലൈവായിട്ട് ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് വായിച്ചപ്പോഴത്തേന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. അങ്ങനെ കളിപ്പാട്ടത്തിനകത്ത് തുടക്കം. പിന്നെ അങ്ങനെ പിന്നെ നമ്മൾ ഓരോ ചാനലുകളിലേക്ക് പോകും, ചാനലിൽ പോകുന്നത്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ നമുക്ക് ബേസിക് ആയിട്ടുള്ളൊരു കീബോർഡ് കിട്ടി. എന്നെ പഠിപ്പിച്ച ടീച്ചർമാരെല്ലാവരുടെ ചേർന്ന് മോനൊരു കീബോർഡ് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിപ്പം പ്രൊഫഷണലായിട്ടുള്ള കീബോർഡ് ഇത്. അപ്പം ഇത് ഇക്കാടെ ഓഫീസിലെ സാറന്മാരെല്ലാം കൂടെ ചേർന്ന് വാങ്ങിച്ചു കൊടുത്തത്. അപ്പം ഇതിനകത്ത് അയാളെല്ലാം പഠിക്കുന്നതും
എന്താ പ്രോഗ്രാം ചെയ്യുന്നതും എല്ലാം പ്രോഗ്രാം ചെയ്യാൻ പോകുന്നുണ്ട് ഇപ്പൊ ഉം. അപ്പൊ പ്രോഗ്രാമിന് പോകുമ്പോ ആരാ കൊണ്ടുപോകുന്നേ? ഞങ്ങള് പോകുമ്പോ ഞങ്ങള് 4 പേരോടെ പോകുന്നത്. ഉമ്മായും ഉണ്ടായിരുന്നു 5 പേരെ, ഞങ്ങൾ 5 പേരോടെ ആയിരുന്നു പോകുന്നത്. ഇപ്പൊ ഉമ്മായിക്ക് യാത്ര ചെയ്യാൻ പറ്റുമ്പോ ഞങ്ങള് 4 പേരോടെ എവിടെ പോയാലും ഞങ്ങൾ 4 പേരോടെ പോകുന്നത്. ആദ്യകാലത്ത് വളർത്താൻ അല്ലെങ്കിൽ സ്റ്റക്കായി നിന്നെടുത്ത് ഇന്നിപ്പോ യാസിന്റെ ഉമ്മയാണെന്നാണല്ലോ എല്ലാരും അതെ പറയുന്നത്. അതെ യാസിൻ, യാസിനെ ചോദിച്ചാ വാഴിയൊക്കെ ആൾക്കാർ വീട്ടുമുറ്റത്ത് നമ്മളെ കൊണ്ടേ വിടൂലോ. അത്ര മെടുക്ക, അത്ര അതാണ് 8ാം മാസത്തിലുണ്ടായതില്ല എന്തോ ആയിക്കോട്ടെ, 8 നാടും കീർത്തി കേൾക്കട്ടെ കേട്ടോ. താങ്ക് യു. എന്ന് പറഞ്ഞാലും നന്ദി പറയുന്നത്. എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടി കേൾപ്പിക്കാവോ? ഇപ്പൊ പാട്ട് പാടത്തില്ല, നേരത്തെ പാട്ട് പാടായിരുന്നു. ഇപ്പൊ കീബോർഡിന്റെ കുറച്ച് പ്രാക്ടീസ് ആയതുകൊണ്ട് ഇപ്പം പാട്ടൊക്കെ മാറി. ഇപ്പൊ സ്വരമൊക്കെ മാറി ആളിന്റെ. അതായത് ആളുടെ സ്വരമൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പൊ ആളൊരു എന്താ പറയാ കൗമാര ദശയിലേക്ക് കിടക്കുവാണ്. അപ്പൊ ആളുടെ സ്വരമൊക്കെ ഒരു ചെറിയ, പക്ഷെ എന്നാലും ഒരു നല്ല താളബോധം ഉണ്ടല്ലോ. ഒന്ന് ഒരു പാട്ട് പാടും. താരക പെണ്ണാളെ കതിരാതും മെയ്യാളെ തമ്പുരാനിട്ടിടും മുമ്പ് കരിഞ്ഞാൽ കൊര പറിച്ചാത്തെ തകതക താത്തിനന്തക ചെയ്താരോ തകതിനന്തക ചെയ്താരോ താത്തിനന്തക തകതിനന്തക തകതിനന്തക ചെയ്താരോ താത്തിനന്തക ചെയ്താരോ തകതിനന്തക ചെയ്താരോ താത്തിനന്തക തകതിനന്തക തകതിനന്തക ചെയ്താരോ. ലാൻഡിങ് കണ്ട ആ പാട്ടിന് ഇനിയും ഉണ്ട് വരികൾ, പക്ഷെ ലാൻഡിങ് കറക്റ്റ് ആയിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ഈ കീബോർഡ് പിന്നീട് ഒരിടത്തും പോയി പഠിക്കണം എന്ന് തോന്നിയിട്ടുമില്ല? ഇടയ്ക്ക് പോയായിരുന്നു ശിവശക്തി എന്ന് പറയുന്നത്. അത് ഫേമസ് ആവുന്നതിനൊക്കെ മുന്നേ അല്ല ഫേമസ് ആയതിനു ശേഷം? പ്രോഗ്രാം ഉള്ളോണ്ട് സമയം കിട്ടത്തില്ല ഇപ്പം, അതുകൊണ്ട് നിർത്തിയത്. ആള് വലിയ വലിയ തിരക്കുകാരനല്ലേ? സൺഡേ മാത്രമേ ഉള്ളൂ അവിടെ ക്ലാസ്. അപ്പൊ ഞങ്ങൾക്ക് പ്രോഗ്രാം വരുന്ന എല്ലാം സൺഡേയില. ഇപ്പം ആളുടെ പ്രോഗ്രാമിന് നല്ല കാശ് കിട്ടാറില്ലേ? വല്ലപ്പോഴോ? അത് നോണയല്ലേ? ഉപ്പയ്ക്ക് എന്നെ വാങ്ങിച്ചു കൊടുത്തേ? കൊച്ചിനൊന്നും അറിയത്തില്ലല്ലേ? ആളെന്നെ മിണ്ടാണ്ടിരിക്കുന്നേ. ആളെന്തൊക്കെ വായിക്കും? ഡാൻസറാ. ഞാൻ കീബോർഡ് വായിക്കുമ്പോ ഇവൻ ഡാൻസ് ചെയ്യും. ആണോ? അപ്പൊ ഏതാ ഇവന് വേണ്ടി വായിക്കുന്ന കീബോർഡ് ഏതാ? ഷാരൂഖ് ഖാന്റെ പടത്തില് സിന്ദാബിന്ദയും പിന്നെ വിജയുടെ ഇഷ്ടം പോലെ പാട്ടുകളും. വിജയാണോ ഏറ്റവും ഇഷ്ടം? എനിക്ക് തോന്നി ഒരു ഒരെണ്ണം വിജയുടെ ഒരു പാട്ട് എവിടെയോ വായിച്ച് ഞാൻ കണ്ടിരുന്നു. ഒരു വിജയുടെ ഒരു പാട്ട് ചേട്ടായി ഇട്ടാൽ ഒരു സ്റ്റെപ്പ് എനിക്ക് വേണ്ടി കാണിക്കുവോ? ഇവിടെ മൊത്തം കലാകാരന്മാരാണല്ലോ. ചേട്ടായി ചെയ്യുന്ന കണ്ടിട്ടാണോ കുഞ്ഞിതൊക്കെ പഠിച്ചേ? യൂട്യൂബ് നോക്കിയാണ് ഡാൻസ് പഠിച്ചത്. ആളിപ്പോ നിങ്ങൾ രണ്ടുപേരും കൂടെ സ്റ്റേജ് ഷോ ഇങ്ങനെയാണോ ചെയ്യുന്നത്? ഒരാള് പാടും, ഒരാള് കളിക്കും. കൂട്ടുകാരെങ്ങനെയാണ് രാവിലെ സ്കൂളിൽ ചെല്ലുമ്പോ എങ്ങനെയാ ചെല്ലുമ്പോ തന്നെ ആരെ കൊണ്ടുവിടുന്നത്? എന്നെ എടുത്തോണ്ട് പോകുമ്പോ എല്ലാരും ഓടി വന്ന് എന്നെ എടുക്കും. ഒരാളെ ബാഗ് പിടിക്കാനായിരിക്കും, ഒരാൾ എന്നെ എടുക്കാനായിരിക്കും, എല്ലാരും ഓടി വരും. ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്നതോ? ടീച്ചർ വാരിത്തരും. ഈ 7ാം ക്ലാസ് വരെ ഒരു സ്കൂളിൽ തന്നെയാണോ പഠിച്ചത്? 7ാം ക്ലാസ് വരെ ഉള്ളു ആ സ്കൂളിൽ. അവിടത്തെ ഒരു ടീച്ചർ തന്നെയാണോ ഇത്രയും നാളായിട്ട്, അതോ എല്ലാ ടീച്ചേഴ്സുമാരും വരുമോ? എല്ലാ ടീച്ചേഴ്സും വരും. ഒരു ടീച്ചർ ഇല്ലാത്തപ്പം വേറെ ടീച്ചർ വരും, അങ്ങനെ മാറി മാറി. ഫിനിക്സ് പക്ഷിയുടെ അർത്ഥം അറിയാവോ? ഫിനിക്സ് പക്ഷി എന്ന് പറഞ്ഞാൽ ആ ഒരു പക്ഷി ചാരത്തിൽ നിന്ന് ഉയർന്നു എന്നാണ് പറയുന്നത്. അതായത് എന്താ, ചിറകടിച്ച് വീണ് കത്തി അമർന്നു, അതിൽ നിന്ന് ചിറകുയർത്തി വന്ന, അതായത് ജീവിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ലാത്ത സ്ഥലത്തുനിന്ന് ആ പക്ഷി ഉയർന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ ഫിനിക്സ് എന്നാണ് പറയുന്നത്. ഫിനിക്സ് പക്ഷിയായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അതായത് ജീവിതത്തിൽ ഒന്നുമില്ല, ജീവിതം തകർന്നു എന്ന് പറയുന്ന സ്റ്റേജിൽ അവർക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അവരാണ് ഫിനിക്സ് പക്ഷി. അവർ ഭയങ്കരമായിട്ടും പറക്കും.
അങ്ങനെ ഒരു ഫിനിക്സ് പക്ഷിയുടെ അവാർഡാണ് കിട്ടിയത്, മനസ്സിലായോ? അപ്പോൾ അത് ജീവിതത്തിൽ ഉമ്മ ഇപ്പോൾ പറഞ്ഞപ്പോൾ കരഞ്ഞില്ലേ, അപ്പോൾ എനിക്ക് സങ്കടമായി. പക്ഷെ ഇപ്പം അവർക്ക് കണ്ണീരില്ല, ഭയങ്കര പ്രൗഡാണ് എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ യാസിൻ്റെ ഉമ്മ. അപ്പം അതുപോലെ ലൈഫിൽ മുഴുവൻ കുഞ്ഞിനിങ്ങനെ ഇപ്പം ഞങ്ങളെപ്പോലുള്ളവർ പറയുമ്പം മറ്റൊരാളുടെ വായിന്ന് അറിയുമ്പോഴായിരിക്കാം ഇത് തോന്നുന്നത്, എനിക്ക് ഇന്നതൊക്കെയാണല്ലോ എന്ന്. അല്ലെങ്കിൽ നോർമലായിട്ട് തോന്നുന്ന ഒരാളല്ലേ, അല്ലേ? അത്രേ ഉള്ളൂ ലൈഫ്. അടിപൊളിയായിട്ട് ഇനിയും ഇപ്പം എത്രത്തോളം വായിക്കുന്നു പറഞ്ഞാൽ 32ഓളം പാട്ട്. അപ്പം ഗിന്നസിൽ ആ ഒരെണ്ണത്തിൽ മാത്രം റെക്കോർഡോ? അല്ല, ഈ കണ്ണേറ്റി വായിച്ചതിന് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അവിടെ ഇരിപ്പുണ്ട്. കണ്ടു. പിന്നെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയത് ജനഗണമനയും വന്ദേ മാതരവും കണ്ണേറ്റി വായിച്ച് 2 മിനിറ്റ് 59 സെക്കൻഡ് എത്തേന്ന് കുറഞ്ഞ സമയത്ത് വായിച്ചതിനാ കിട്ടിയത്. ഉജ്ജ്വല ബാല്യവും കിട്ടിയിട്ടുണ്ട് കേരള സർക്കാരിന്റെ. ഉജ്ജ്വല ബാല്യവും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇല്ലെങ്കിലും ഉജ്ജ്വല ബാല്യമല്ലേ അസാധ്യമായിട്ട് എന്താ പറയുക, ലൈഫിലെല്ലാം ഉണ്ടാവട്ടെ. ഓക്കെ, പരിചയപ്പെട്ടതിൽ ഭയങ്കര സന്തോഷം. താങ്ക് യു.